സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുട്ടുപൊള്ളുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നവർ ഫാഖുലുൽ കിബിരി വൽ ഫഖ്രി വൽ ഖുയലാ, കിബ്രന്മാർ. എന്ത് പറഞ്ഞാലും സ്വീകരിക്കൂല. നമുക്കൊരു നിയമമുണ്ട്, ആ നിയമം സ്വീകരിക്കും. ബാപ്പ പറഞ്ഞു മോനെ, ഉമ്മ പറഞ്ഞു മോനെ, കല്യാണാണ്, ആരെയും പറയിപ്പിക്കരുത് കേട്ടോ. മനുഷ്യന്മാർ ഉറങ്ങണോലൊക്കെ ഉണ്ടാകും, രോഗികളൊക്കെ ഉണ്ടാവും, ഓല ഉറക്കൊന്നും സ്വീപ്പാക്കരുത്, ഇടങ്ങേറുണ്ടാക്കരുത്. അതൊന്നും പ്രശ്നമല്ലമ്മ, ഓലൊക്കെ എന്നാലും ഉറങ്ങും. ഇവൻ പിന്നെയും പോയി പൊട്ടിച്ചു 25,000, പിന്നെയും പോയി പൊട്ടിച്ചു 45,000. ആ 45,000 പൊട്ടിയതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഉപകാരം? ബുദ്ധിമുട്ടൊരുപാടുണ്ട്. കുട്ടികൾ ഉറക്കം കെട്ട്, അവർ കരഞ്ഞ് പേടിച്ച് ആ കുട്ടികളൊന്ന് ഉറക്കി കിട്ടാൻ വേണ്ടി മാതാക്കൾ ഇടങ്ങേറായി. പ്രായമുള്ള ആൾക്കാർ ഉറക്കം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു, ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നതാണ്. ഇനി സുബൈര് ഉറക്കം കിട്ടൂല, കാരണം അവർ കട്ടിൽ നിന്ന് താഴോട്ട് വീണുപോയി. എത്ര ഇടങ്ങേറ്, എത്ര പഠിക്കുന്ന ആൾക്കാരെ പഠനം മുടങ്ങി, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായി. ഈ കിബിറ് കൊണ്ടവൻ പറഞ്ഞു കേൾക്കണ്ടേ? പറഞ്ഞു കേൾക്കാത്തല്ലേ കിബിറ് എന്ന് പറഞ്ഞാൽ? കിബിറ് എന്ന് പറഞ്ഞാൽ എന്താ? ബത്റുൽ ഹഖി ഖംതുന്നാസി. സത്യം പറഞ്ഞാൽ കേൾക്കൂല, അതാ കിബിറ്. സത്യം പറഞ്ഞാൽ അംഗീകരിക്കൂല, അതാ കിബിറ്. സത്യം പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? എന്നാ ഒരു കിബിറുമില്ല എന്നർത്ഥം. അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഒരു ചെറിയ കുട്ടിയോട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താണ്? സാധാരണ നമ്മൾ കുട്ടികൾ പേര് വെക്കൂലേ? പേരെന്താന്ന് വെച്ചപ്പോ കുട്ടി പറഞ്ഞു, എന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഉപകാരം എന്ന് വെച്ചു. കുട്ടി തിരിച്ചു ചോദിച്ചു, ഉസ്താദേ എന്റെ പേര് കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ഉപകാരം? ആ കുട്ടിയെ പ്രശംസിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, നല്ല മോനാണ് നീ, ഇനി മേലാല് ആവശ്യത്തിനല്ലാതെ ഒരാളോടും ഒന്നും ചോദിക്കൂല. നീ എനിക്ക് പഠിപ്പിച്ചൊരു പാഠമാണ് മോനെ, നീ എനിക്ക് പകർന്നു നൽകിയൊരു പാഠമാണ്. ഇനി ആവശ്യമുണ്ടെങ്കിലേ എന്തും ആരോടും ചോദിക്കൂ, അല്ലാതെ ഒരാളോടും ദുനിയാവിൽ ഞാനൊന്നും ചോദിക്കൂല. എനിക്ക് നല്ലൊരു ഉപദേശമാണ് നീ തന്നത്. സുബ്ഹാനല്ലാഹ്. ആ കുട്ടിയെ എതിർത്തില്ല, ആ കുട്ടിയെ വിമർശിച്ചില്ല, കറുത്ത കണ്ണ് കാട്ടിയില്ല. എന്തൊരു തവാളുള്ള മനസ്സ്, എന്തൊരു ഇഖ്ലാസുള്ള മനസ്സ്, സ്വീകരിക്കാൻ എന്ത് ആത്മാർത്ഥതയുള്ള ശരീരം. കിബറന്മാരാകരുത്, അഹങ്കാരികളാകരുത്, ധിക്കാരികളാകരുത്. ബാപ്പ പറഞ്ഞാലും കേൾക്കൂല, ഉമ്മ പറഞ്ഞാലും കേൾക്കൂല, ഉസ്താദുമാര് പറഞ്ഞാലും കേൾക്കൂല. മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദ് വിളിച്ച് നല്ല ഉപദേശം കൊടുത്തു, മോനെ നിന്റെ കല്യാണാണ്, പക്ഷേ പറയിപ്പിക്കരുത്, അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ആ ഉസ്താദിനെയും അവൻ സങ്കടപ്പെടുത്തി. ഈ ഇൽമു പഠിപ്പിച്ച ഉസ്താദിന് പോലും വില കൽപ്പിച്ചില്ല. അത്തരത്തിലുള്ള കിബറും ഫഖറും ഹുയലാവും നിയമം തെറ്റിച്ചുകൊണ്ട് നടത്തുന്ന സംഗതി ഒരിക്കലും സ്വീകരിച്ചുകൂടാ. ജനങ്ങളെ നിസ്സാരമാക്കുന്ന സ്വഭാവമല്ലേ കിബറന്മാർക്കുള്ള സ്വഭാവം? അതുണ്ടായിക്കൂടാ. ആ സ്റ്റൈലിനും പവറിനും ദുനിയാവിൽ ഒരു പക്ഷേ വിലയുണ്ടാകും, നിലയുണ്ടാകും, സ്ഥാനമാനമുണ്ടാകും. ആഖിറത്തിലെത്തുമ്പോ ധരിക്കാൻ തരുന്ന വസ്ത്രം കൊണ്ട് എടങ്ങേറാകുന്നു. ഇവിടെ ധരിക്കുന്നതോ സ്റ്റൈലിന്റെ വസ്ത്രമാണ്. പെണ്ണിനോട് വാപ്പ പറഞ്ഞു, മോളെ നിനക്ക് വേണ്ട വസ്ത്രം ഇതല്ല, ഇത് ഞാൻ നിന്റെ സഹോദരന് വാങ്ങിയതാണ്. ബാപ്പാ ഞാനിതിട്ടിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തു. അതിൽ കൂട്ടുകാരെ കമന്റ് കണ്ടോ നിങ്ങള്? എന്റെ ഒപ്പം പഠിച്ച 250 കൂട്ടുകാരികളും ഏറ്റവും നല്ല പ്രശംസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാക്കാന്റെ പാന്റും ഇക്കാക്കാന്റെ ഷർട്ടും ധരിച്ചിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. എനിക്ക് നാദാപുരത്തൊന്ന് പോയി വരണം, കുറ്റ്യാടി ഒന്ന് പോയി വരണം, ആൾക്കാരൊക്കെ എന്നെ കാണണം. അഹങ്കാരമാണ്. മുത്തുനബി തങ്ങൾ ശപിച്ചതാണ്, അള്ളാഹു ശപിച്ചതാണ്. ആൺകോലം കെട്ടുന്ന പെണ്ണിനെയും പെൺകോലം കെട്ടുന്ന ആണിനെയും അള്ളാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു. പെണ്ണ് മുടി വളർത്തും പോലെ ചെറുപ്പക്കാരാ നിന്റെ മുടി വളർത്തിക്കൂടാ. ഇപ്പൊ കണ്ടില്ലേ ചില മുടി അങ്ങനെ ബാക്കിൽ നിന്ന് നോക്കിയാൽ പെണ്ണാണ്, മുന്നിൽ വന്ന് നോക്കിയാൽ മീശയും താടി കണ്ടിട്ട് മനസ്സിലായിരുന്ന ആണാണ്. ബാക്ക് കണ്ടപ്പോ എന്താ മനസ്സിലായത്? പെണ്ണാണ് എന്ന്. കാരണം പെണ്ണുങ്ങളെ മുടിയാണ് അങ്ങനെ തൂങ്ങിയിട്ടുണ്ടാകുക. അതുകൊണ്ടല്ലേ പെണ്ണുങ്ങൾക്ക് നോക്ക്, നിങ്ങൾ ഹജ്ജിനോ ഉംറയ്ക്കോ പോയാൽ പെണ്ണുങ്ങൾക്ക് മുടി ഒടിക്കൽ സുന്നത്തുണ്ടോ? ഇല്ല, തഹല്ലുലാകാൻ മുടി ഒടിക്കാൻ പാടില്ല എന്നാണ് അവർക്ക്. അവർ 2-3 മുടിയുടെ ഒരു തുമ്പ് നോക്കിയിട്ട് വെട്ടണം, അതാ തഹല്ലുലിന്. എന്ത്? അവർക്കൊരു രൂപമുണ്ട്, ആ രൂപത്തിന് വികൃതമാക്കാൻ പാടില്ല. ആണങ്ങനെയല്ല, ആണിന് അഫ്ളൽ മുടി കളയലല്ലേ. ആണ് പാകത്തിന് മുടി വെട്ടണ്ടേ. ഇത് ചെവിയും തോളും ഒക്കെ ഇറങ്ങിയിട്ട് ബാക്കോട്ട് ഇങ്ങനെ
കണ്ടാലിങ്ങനെ ആ നാട്ടിൽ ഏറ്റവും വലിയ രാജാവിന്റെ മോനാണ് അവൻ. സുബ്ഹാനല്ലാഹ്, അവന്റെ മുടി കണ്ടാൽ തന്നെ എന്തിനും കൊടുക്കണം. പെണ്ണിന്റെ മുടി അതേറ്റാണ് നടക്കുന്ന ആണ്. ആണിന്റെ മുടി പോലെ പെണ്ണ് മുടി വെട്ടി ചെറുതാക്കിയിട്ട് അങ്ങനെ വാർന്നിട്ട് റെഡിയാക്കി നടക്കുക. മുടി കണ്ടപ്പോ വേക്കുന്ന കണ്ടപ്പോ ആണ്, മുന്നിൽ പോയി നോക്കുമ്പോ ഇത് ആണല്ല പെണ്ണാണ്. എന്തേ കാരണം? കാതിൽ കമ്മല് കാണുന്നുണ്ട്. കാതിൽ കമ്മല് കാണുന്നുണ്ട്. ബാക്ക് കണ്ടപ്പോ വിചാരിച്ചു ഇത് ആണാണ്. ഇതാണല്ലോ ഉസ്താദ്, ഇത് പെണ്ണാണ്. കാതിൽ കമ്മലുണ്ട്, കഴുത്തിൽ അതാ മാല കാണുന്നുണ്ട്, കയ്യിൽ നല്ല സ്വർണ്ണവള കാണുന്നുണ്ട്, പെണ്ണാണ്. പിന്നെ കോലം നോക്കുമ്പോഴോ ആണാണ്. രണ്ട് ശൈലിയും പറ്റൂല. രണ്ടും ധിക്കാരികളെ കിബ്രന്മാരെ അഹൻബാര ശൈലിയാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഈ രീതിയിൽ ആഖിറത്തിലേക്ക് വരുന്നവരാണ്. നല്ല നിലക്ക് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരണം. വാഹനങ്ങളിൽ പോകുന്ന ഹൈപ്പവർ ഉള്ളവരുണ്ട്, നല്ലോണം നടന്നു പോകുന്നവരുണ്ട്, ഓടിപ്പോകുന്നവരുണ്ട്, കാറ്റിന്റെ വേഗതയിൽ പോകുന്നവരുണ്ട്, മിന്നലിന്റെ വേഗതയിൽ പോകുന്നവരുണ്ട്, മലക്കുകൾ സന്തോഷം പറഞ്ഞു പോകുന്നവരുണ്ട്. നീ വിജയിച്ചവനാണ്. നിന്റെ അധ്വാനം നല്ല രൂപത്തിലാണ്, നിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രൂപത്തിലാണ്. നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ആഖിറത്തിലേക്ക് നടന്നു പോകണം. നല്ല രൂപത്തിൽ മഹാന്മാരോടൊപ്പം ചേരണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ.